ഉത്തരാഖണ്ഡിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മസൂറിയിലെ ഹോം സ്റ്റേയിൽ ഡൽഹി സ്വദേശിയായ 27-കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡൽഹി കിദ്വായ് നഗർ ഈസ്റ്റിൽ താമസിക്കുന്ന രാധ ഗായത്രിയാണ് മരിച്ചത്. ഗുരുഗ്രാമിലെ പ്രമുഖ IT കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു രാധ ഗായത്രി. തുടർ നടപടികളുടെ ഭാഗമായി യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് ഡെറാഡൂണിലെ കൊറോണേഷൻ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികതയുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ പാനൽ രൂപീകരിച്ച് പൂർണ്ണമായും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതുകൂടി പറയും. യുവതിയുടെ ഭർത്താവ് സൗമ്യ ശ്രീചരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീചരണം IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഇയാൾ പൂനെ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ നവംബർ 8-നായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷം ദമ്പതികൾ നടത്തിയ വിനോദസഞ്ചാരത്തിനിടയിലാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട ദമ്പതികൾ ആദ്യം ഋഷികേശിലാണ് എത്തിയത്. തുടർന്ന് ജൂൺ 14-നാണ് രാത്രി വൈകിയാണ് ഇവർ മസൂറിലെ ത്രിപിദാറിൽ കിയാന ഹോം സ്റ്റേയിൽ എത്തിയത്. ഹോം സ്റ്റേയിൽ ബ്ലിസ് എന്ന് പേരിട്ടിരിക്കുന്ന മുറിയിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. രാത്രി 11:30-യോടെയാണ് മുറിയിൽ പ്രവേശിച്ചത്. അങ്ങനെ പ്രവേശിച്ച ഇവർ പുലർച്ചെ വരെ മദ്യപിച്ചിരുന്നതായി ഭർത്താവ് ശ്രീചരൺ പോലീസിന് നൽകിയ പ്രാഥമിക നിഗമനത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് ഇരുവരും ഉറങ്ങാൻ കിടന്നത്. എന്നാൽ രാവിലെ താൻ ഉണർന്നപ്പോഴേക്കും കണ്ടത് അബോധാവസ്ഥയിൽ തറയിൽ കിടക്കുന്ന ഭാര്യയാണെന്ന് വ്യക്തമാക്കുന്നു. ശ്രീചരൺ പറയുന്നതും ഇതാണ്. വസ്ത്രങ്ങളൊന്നും തന്നെ ധരിക്കാതെ മൂക്കിൽ നിന്നും ചോരയൊലിച്ച് മൂത്രത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഗായത്രിയുടെ ശരീരം. പരിഭ്രാന്തനായ അയാൾ ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് ഹോം സ്റ്റേയിൽ യുവതി അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന സന്ദേശം മസൂരി പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ആംബുലൻസിൽ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയായിരുന്നു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഫാർമസിസ്റ്റ് ഉടൻ തന്നെ യുവതിയെ പരിശോധിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിച്ചു. യുവതിയുടെ ശരീരം വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നുവെന്നും കിടക്കയിൽ തന്നെ രക്തക്കറകൾ കണ്ടെത്തിയതായും പോലീസ് പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. സംഭവം നടന്ന മുറിയിൽ നിന്നും 2 ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ മരണകാരണം വ്യക്തമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ തന്നെ സ്വീകരിക്കാൻ സാധിക്കൂ എന്നും തന്നെയാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ വാർത്തയും റിപ്പോർട്ടുകളും അനുസരിച്ച് തന്നെ പറയുന്നത്. ഇത്തരത്തിൽ വിവാഹത്തിന് ശേഷം തന്നെ മരിച്ചു വീഴുന്ന പെൺകുട്ടികളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം കൂടി വരുന്നത് കൊണ്ട് തന്നെ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ രീതികളിലും അന്വേഷണം എത്തിക്കും. എന്താണ് അവസാനം ആ മുറിയിൽ നടന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മൊഴി അടക്കം ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായി തീരുമാനിക്കാൻ പറ്റൂ. മരണപ്പെട്ട ഗായത്രി ഭർത്താവ് ശ്രീചരനും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണ സ്വദേശികളാണ്. ഡൽഹിയിലും പൂനെയിലുമായി ജോലി ചെയ്തിരുന്ന ഇവർ മരണപ്പെട്ട വാർത്തയറിഞ്ഞ് ബന്ധുക്കൾ മൈസൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്.